ഹായ്, അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റംസാൻ ആശംസകൾ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മൾ ഈ കല്യാണ വീടുകളിലൊക്കെ റിസപ്ഷനൊക്കെ പോകുമ്പോൾ കഴിക്കാൻ കിട്ടുന്ന ഗോബി മഞ്ചൂരിയൻ അല്ലെങ്കിൽ കോളിഫ്ലവർ മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞാനിതിന് മുന്നേ കല്യാണ വീട്ടിലെ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നു ഇതുപോലെ കോളിഫ്ലവർ മസാലയുടെ റെസിപ്പിയും കൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇത് നമ്മൾ സാധാരണ ഹോട്ടലുകളിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി അല്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള പാർട്ടികൾക്ക് സെർവ് ചെയ്യുന്ന കോളിഫ്ലവർ മസാല അല്ലെങ്കിൽ ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. ഇത് എടുത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇതിന് മുന്നേ ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തു ഇങ്ങനെയല്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കി കഴിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ശരിക്കും ഗോബി മഞ്ചൂരിയൻ്റെ ടേസ്റ്റും ഉണ്ട്, എന്നാൽ നമ്മുടെ നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ചേർന്നൊരു ഫ്ലേവറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ അടിപൊളി കോളിഫ്ലവർ മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കോളിഫ്ലവർ ചെറിയ പീസുകളായിട്ട് അതിൻ്റെ ഇതളുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവറാണ്. എപ്പോഴും കോളിഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. അതിനകത്ത് എന്തെങ്കിലും പുഴുക്കളോ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. എന്നിട്ട് ആ വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേണം കറിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനിത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി ഞാൻ വെള്ളം കളഞ്ഞ് നന്നായി കഴുകിയെടുക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ട മാവ് തയ്യാറാക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1/4 കപ്പ് കോൺഫ്ലവർ ചേർക്കാം, 1/4 കപ്പ് മൈദയും ചേർക്കാം. മൈദ ഒഴിവാക്കണം എന്നുള്ളവർക്ക് കോൺഫ്ലവർ മാത്രം ചേർക്കാം കേട്ടോ. 1 കപ്പ് കോൺഫ്ലവർ എടുത്താൽ മതി. ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടി ആകുമ്പം അധികം എരിവ് കാണത്തില്ല, പക്ഷേ നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോരുതേ, നമ്മളിനി സോസൊക്കെ ചേർക്കുന്നുണ്ട്, അപ്പോൾ കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒരു കുറുകിയ മാവായിട്ട് കലക്കിയെടുക്കണം. ഒരുപാട് ലൂസായി പോകരുത്. ലൂസായി പോയാൽ കോളിഫ്ലവറിൻ്റെ മുകളിൽ മാവ് നേരെ പിടിച്ചിരിക്കത്തില്ല, എണ്ണയിലിടുമ്പോൾ അതങ്ങ് ഇളകിപ്പോവും. അപ്പോൾ നല്ല കുറുകിയ ഒരു മാവായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിൽ 1 ടീസ്പൂൺ സോയ സോസും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇതിനകത്ത് മുക്കി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് കോളിഫ്ലവർ മാവിൽ മുക്കിയത് ഇട്ട് കൊടുക്കാം. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കോളിഫ്ലവർ ആവശ്യത്തിന് വേവത്തില്ല, പുറമേ പെട്ടെന്നങ്ങ് ബ്രൗൺ ആയി പോവും. അപ്പോൾ അതുകൊണ്ട് കോളിഫ്ലവർ വേവാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുവാണ്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന കോളിഫ്ലവറും നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഈ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും എണ്ണ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി മാറ്റിയാൽ മതി. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ചേർക്കണം. 2 ചെറിയ കഷ്ണം പട്ട, ഇതുപോലെ 4 ഏലക്ക, പിന്നെ 5 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. ആ കറിവേപ്പില എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ഫ്ലേവർ നന്നായിട്ട് വേണം. അപ്പോൾ ആദ്യം പച്ചമുളകും കറിവേപ്പിലയും എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. അതിന് ശേഷം ഇതിനകത്തോട്ട് ഉള്ളിയൊക്കെ ചേർക്കാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവട്ടെ. കറിവേപ്പില ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് 3 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. സവോള നന്നായിട്ടൊന്ന് വാടി വരണം. സവോള ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഗോബി മഞ്ചൂരിയനിൽ ചേർക്കുന്ന പോലെ ഒത്തിരി ക്യാപ്സിക്കം വേണ്ട കേട്ടോ, അതിൻ്റെ ഒരു ഫ്ലേവർ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറുതിൻ്റെ പകുതി എടുത്താൽ മതി.
അപ്പോൾ ഇത് വീണ്ടും വഴറ്റി കൊടുക്കാം. സവോള നന്നായിട്ടൊന്ന് നിറം മാറി വരണം. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പം ഈ സവോളയും ക്യാപ്സിക്കം ഒന്നും ഒത്തിരി സമയം വഴറ്റത്തില്ല, ജസ്റ്റ് ഒന്ന് വാടത്തല്ലേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് കുറച്ച് സമയം വഴറ്റണം, അതൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവണം. ഇപ്പോൾ സവോള ഒന്ന് വാടി ചെറുതായിട്ട് നിറം മാറിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണാണ്. കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കുന്നതാണ് നല്ലത്, കാരണം സാധാ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ എരിവ് കൂടിപ്പോവും, പക്ഷേ കളർ ആവശ്യത്തിന് കിട്ടത്തുമില്ല. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചപ്പൊന്ന് മാറണം. ഇതിനകത്ത് 1 ടീസ്പൂൺ സോയ സോസ് ഒഴിക്കാം. 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് 1 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ സവോളയും ക്യാപ്സിക്കവും ഒക്കെ കുറച്ചും കൂടെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആവണം. ഒരുപാട് വെന്തങ്ങ് കുഴഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇപ്പോൾ 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം കൂടി പോരുത് കേട്ടോ, മാക്സിമം 1 കപ്പേ ഒഴിക്കാവുള്ളൂ. ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചേർത്ത സോസിലൊക്കെ കുറച്ച് ഉപ്പുണ്ട്, അതുപോലെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് വേണം ചേർക്കാൻ. ഇത് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവിയിൽ ചേർക്കാനായിട്ട് കുറച്ച് കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നേരത്തെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി കുറച്ച് മാവിരിപ്പുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. നിങ്ങൾ ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കഴിയുമ്പം ഈ മാവ് ബാക്കി ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തതിന് പകരം 1.5 ടീസ്പൂൺ എടുത്ത് ഇതുപോലെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. ഇത് കുറച്ച് ലൂസായിട്ട്, അതായത് വെള്ളം പോലെ തന്നെ കലക്കിയെടുത്താൽ മതി, കുറുകിയിരിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ വെള്ളം പോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഗ്രേവിയിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രേവി ഞാനൊരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. ആ സവോളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് മതി. ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ കലക്കി വെച്ച കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ ഒഴിച്ച ഉടനെ തന്നെ അത് കുറുകാൻ തുടങ്ങും. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോവും. കോൺഫ്ലവറിൻ്റെ ആ പച്ചപ്പ് മാറത്തുമില്ല. അപ്പം കോൺഫ്ലവർ ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കുറുകി വരുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ട് മിക്സ് ചെയ്ത ഉടനെ തന്നെ ഈ ഗ്രേവി എല്ലാം അതിനകത്തോട്ടങ്ങ് പിടിക്കും. ഇത് ലൂസായിട്ടുള്ളൊരു കറിയല്ല, നിങ്ങൾക്കറിയാമല്ലോ, നല്ല കുഴഞ്ഞിരിക്കുന്നൊരു ഗ്രേവിയാണ്. അപ്പോൾ കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ആ ഗ്രേവി എല്ലാം കോളിഫ്ലവറിലേക്ക് പിടിക്കും. ആദ്യം ഗ്രേവി ഒരുപാട് കുറുകിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കോളിഫ്ലവർ ഇട്ട് കഴിയുമ്പം ഒത്തിരി അങ്ങ് ഡ്രൈ ആയിപ്പോവും. ഇത് നമ്മൾ ചപ്പാത്തിയുടെയും ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കുന്നതല്ലേ, അപ്പോൾ കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. കോളിഫ്ലവർ മസാല അല്ലെങ്കിൽ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ ഗോബി മഞ്ചൂരിയൻ ആണ് കേട്ടോ. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. അതുപോലെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.